പറ്റി ഫുൾ ഡീറ്റെയിൽ എന്റെ കയ്യിൽ. നീ എന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ട് എന്തോ നിനക്കൊന്ന് പെണ്ണാലോചിക്കാൻ വല്ല പഠിച്ചിട്ടുണ്ടോന്ന്? എടി, നീ യൂണിവേഴ്സൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാനലിന്റെ കൂടെ കൂടിയിട്ട് എനിക്ക് 6 സ്ട്രൈക്കാണ് ഞാൻ പൊട്ടിക്കുക. 6 അല്ല 600 എണ്ണം നീ എനിക്ക് അഗൈൻസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്റെ രോമത്തിൽ പോലും കേൾക്കത്തില്ല. തോന്നിവാസം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ ഞാൻ അടിയും. നിനക്ക് എന്നെ സ്ട്രൈക്ക് അടിക്കുന്നതിനകത്ത് പ്രശ്നമില്ലായിരുന്നോ? 6 സ്ട്രൈക്ക് കൊണ്ടുവന്ന് അടിച്ചിരിക്കുന്നത്. വേറെ ഈ സംസാരമൊക്കെ ഉണ്ടല്ലോ മോളെ, അത് നിന്റെ കൈ വെച്ചിരുന്നാൽ മതി. ഇത് തിരിച്ച് വിളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ എടുത്ത് വെച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു മറുപടിയായിട്ട് രേണു എനിക്കെതിരെയും അതുലിനെതിരെയും ഷഫീന ബീവിക്കെതിരെയും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഏകദേശം 1 മില്യൺ പുറത്ത് ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ 7 ലക്ഷം പുറത്ത് ആൾക്കാർ അത് കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ ആകെ 25,000 പേരെ കണ്ടിട്ടുള്ളായിരുന്നു. അതിന് മുന്നേ ഞാൻ അതങ്ങ് അടിച്ചു കളയാനുള്ള റീസൺ ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാം. ആദ്യം ഇവൾ എന്താണ് എന്നെ പറ്റി പറയാൻ നമുക്കൊന്ന് കേൾക്കാം. നിങ്ങൾക്ക് ഇത് എങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ സാധിക്കുന്നത്? വേറെ വല്ലതും ചെവുകുത്തി അടിച്ച് പൊട്ടിച്ചാൽ നമ്മളെ കാര്യം പറയാലോ. ഇത് ഉണ്ടാക്കിയവരെ നിനക്ക് അറിയാലോ. നോക്കടാ, അവൻ എന്നെ ആങ്കറിനെ അടിച്ചു പൊട്ടിക്കാൻ വരുന്നല്ലേ? നീ നോക്ക്, ഗർഭവാക്കിയ കിച്ചു രേണുവിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സത്യം ഇത് നിന്റെ കൂട്ടുകാരനെ കണ്ണാടി വെച്ച 2 ഉണ്ടക്കണ്ണുള്ള അവൻ തന്നെയല്ലേ ഇട്ടേക്കുന്നത് അതില്. ഇനി ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. നിന്റെ ചെവുകുറ്റി അടിച്ച് പൊട്ടിക്കാൻ ഞാൻ ആ വീഡിയോയിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ആങ്കർ, അതായത് ആ ചോദ്യം ചോദിച്ച വ്യക്തി, അതായത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ആ ചോദ്യം ചോദിച്ച വ്യക്തിയുടെ ചെവുകുറ്റി അടിച്ച് പൊട്ടിച്ചേനെ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. എടി, നിനക്ക് നാണോ മാനോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ? അതായത് സ്വന്തം മകൻ എന്നും പറഞ്ഞുകൊണ്ടല്ലേ നടക്കുന്നത്. സ്വന്തം മകനിൽ നിന്ന് അമ്മ ഗർഭം ധരിച്ചോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഏതൊരു അമ്മ കേട്ടുകൊണ്ടിരിക്കും ആ ഒരു ചോദ്യം? ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് എന്നെ തിരുത്താം. ഞാൻ അതിന് വേണമെങ്കിൽ മാപ്പ് പറയാൻ റെഡിയാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു തെറ്റുമില്ലെന്ന് എനിക്കറിയാം. ഏതെങ്കിലും ഒരു അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി സ്വന്തം മകനിൽ നിന്നാണോ, ഇനിയിപ്പം വളർത്തു മകനായിക്കോട്ടെ, സ്വന്തം മകനിൽ നിന്നാണോ ഗർഭം ധരിച്ചതെന്ന് ചോദിച്ചാൽ അത് ഏത് തരം ചോദ്യമാണത്? നിനക്കത് മനസ്സിലാക്കാനുള്ളൊരു ബോധമില്ല. നീ അത് ചിരിച്ച് ഉല്ലസിച്ച് ആസ്വദിക്കുമായിരുന്നല്ലേ. എന്നിട്ട് നീ വന്നിരുന്നിട്ട് എനിക്ക് അഗൈൻസ്റ്റ്. പിന്നെ അതിൽ അങ്ങനെ ഒരു തമ്മിൽ ഇട്ടു എന്ന് വെച്ചോ, അതെടുത്ത് വെച്ച് വായിച്ച് കേൾപ്പിക്കുമ്പം അത് ആസ്വദിച്ച് ചിരിക്കുകയാണോ അത് വേണ്ടത്? അതിന്റെ വീഡിയോയ്ക്കകത്ത് അതിൽ ഈ ഒരു രീതിയിലൊന്നും അല്ല സംസാരിച്ചിരിക്കുന്നത്. കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നീ ബാക്കിയോടെ പറ. അപ്പൊ ഇത് ഉണ്ടാക്കിയവരെ നിനക്ക് അടിക്കണ്ട. എന്നെയും കേട്ടോണ്ടിരുന്ന എന്നെയും ആങ്കറിനെ മാത്രം നിനക്ക് തല്ലിയാൽ മതി. എടാ, നാണം ഇല്ലാത്തവൻ നീ ആണാണെങ്കിൽ അവന്റെ ചെവിക്കൽ പത്ത് അടിക്കേണ്ടത്. ഇത് ഉണ്ടാക്കിയവൻ ഇവനാണ്, ഞങ്ങളാരുമല്ല. ആ പെൺകുട്ടി എന്നോട് ചോദിച്ചതാണ്. എനിക്ക് ഇത് എന്നെ പറ്റിയാണ് പറയുന്നത്. നീ വളർത്തുമാന്റെ കാര്യം പറഞ്ഞത് ആണടാ, എന്നെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് പ്രതികരിക്കണ്ടേ? നിനക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ എന്ത് പറയണ്ട, ഒരു പാല് കളിച്ചാൽ അത് ഒരു തണലാന്നും പറഞ്ഞിട്ട് തുടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതാണ് നീ. കാര്യം നിനക്ക് അമ്മയും മകനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലും നിനക്ക് നേരെ അറിയാത്തതിൻ്റെ കുഴപ്പമാണിത്. അല്ലെങ്കിൽ ഈ രീതിയിലൊന്നും അല്ല മോളെ നീ പ്രതികരിക്കേണ്ടത്. നീ കിടന്ന് പിന്നെ മെഴുകാൻ നിൽക്കരുത്. എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എന്താണ് എന്ന് ജനങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള ബോധമുണ്ട്. ഒരു മനുഷ്യരും എന്നെ അതിനകത്ത് കുറ്റപ്പെടുത്താനും പോകുന്നില്ല. പിന്നെ ഞാൻ നിൻ്റെ വീഡിയോയ്ക്ക് സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട്. എന്തിന് ഞാൻ സ്ട്രൈക്ക് അടിച്ചു? നീ അതിനകത്ത് വന്ന് ഈ വീഡിയോയിൽ എന്നെ പറ്റി വേണ്ടിയില്ലാത്ത രീതിയിൽ നീ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ലാപ്ടോപ്പ് കുത്തി തുറന്നു വന്ന് നീ വന്നിരുന്ന് കണ്ട കണക്കാണ് പറയുന്നത്. അതായത് സീസൺ 6 സമയത്ത് ഞാനും ഒരു കണ്ടസ്റ്റൻറ്റും തമ്മിൽ അത്യാവശ്യം കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഫാമിലി ഇൻ്റർവ്യൂ എടുക്കാൻ പോയ സമയത്ത് ആ വ്യക്തിയുടെ, ആ കണ്ടസ്റ്റൻറ്റിൻ്റെ ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നു കൂടെ. അപ്പം ആ ഇൻ്റർവ്യൂ എടുത്തത് ക്യാമറയ്ക്കകത്താണ്. അത് ലാപ്ടോപ്പിനകത്തോട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് ഫോണിനകത്തോട്ട് സെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ലാപ്ടോപ്പ് തുറന്ന് അതിനകത്തോട്ട് ആ ഒരു ഫയൽ അയക്കുന്ന സമയത്ത് അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. അങ്ങനെ ആ ഒരു സാധനം അവിടെ മടക്കി വെച്ചിട്ട് പോവുകയും ചെയ്ത് അതിന് ലാപ്ടോപ്പ് കുത്തി തുറന്നു എന്നുള്ള രീതിയിൽ വരുത്തി തീർത്ത് അവരുമായിട്ട് ഉടക്കായ സമയത്ത് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അന്നേ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ബോധം വിവരമുള്ള ആൾക്കാർക്ക് അന്ന് നടന്ന സംഭവം എന്താണെന്ന് അറിയാം. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അനാവശ്യമായിട്ട് അവരുടെ പേര് എനിക്ക് ട്രാഗ് ചെയ്തിടാനും താല്പര്യമില്ല. അതുകൊണ്ടാണ് നിന്റെ വീഡിയോ ഞാൻ അടിച്ചു കളഞ്ഞത്. കാര്യം നിനക്ക് മാന്യമായിട്ട് വന്ന് വിമർശിക്കാം. നിനക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞ നിമിഷം നിന്നെ വെച്ച് അരി മേടിക്കാൻ ഞാൻ നിന്നിട്ടില്ല. നിനക്ക് എഗെയിൻസ്റ്റ് വീഡിയോ ചെയ്യുന്നവരുടെ ഫോണിൽ ഞാൻ പേഴ്സണലി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുത്, അത് സംഭവം സീരിയസ് ആണ്, അവർക്ക് കുഴപ്പമാണ്, വിട്ടേക്ക്, എങ്ങനെങ്കിലും ജീവിക്കട്ടെ. എന്തിനാ ഷഫീന ബീവിയുടെ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവർ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, പോട്ടെ, എങ്ങനെങ്കിലും ജീവിക്കട്ടെ. എന്തിനാ നമ്മൾ ചുമ്മാ കിടന്ന് അനാവശ്യമായിട്ട് അവരെ ഇങ്ങനെ കിടന്ന് നമ്മൾ ദ്രോഹിക്കേണ്ട കാര്യം എന്തോ? നമുക്ക് അവർ സോഷ്യൽ മീഡിയയിൽ അവർ കിടന്ന അപരാധങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മളത് വിമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ട് ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് നോക്കാം. 1.5-2 മാസം അങ്ങാണ്ട ഞാൻ നിനക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ടില്ല. നിന്റെ ഒരു ബില്ലുണ്ടായിരുന്നല്ലോ, എന്തോ 2 ലക്ഷം രൂപ എങ്ങാണ്ട് എന്തോ മെഡിസിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്താ വീഡിയോ ചെയ്തത്. ഞാൻ ഈ മെനഞ്ഞാന്ന് റിയാക്ട് ചെയ്ത വീഡിയോയ്ക്കകത്ത് തന്നെ ഞാൻ എന്താ പറഞ്ഞത്?
നിനക്ക് ഒരാവശ്യവുമില്ല ഈ ഒരു സിറ്റുവേഷനിൽ നിനക്ക് ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കേണ്ട കാര്യം നിനക്ക് വരുന്നില്ല. അങ്ങനെയാണ് ഞാൻ സംസാരിച്ചത്. അല്ലാതെ നിന്റെ പേഴ്സണൽ സാധനങ്ങൾ എടുത്തു വെക്കാനോ ഹനാൻ നിന്റെ വേറെ ഒരു കേസുമായിട്ട് വന്ന് പറഞ്ഞ സമയത്ത് ആ ഒരു വോയിസ് പോലും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടില്ല. കാര്യം നിന്റെ പേഴ്സണൽ മാറ്റേഴ്സ് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. സോഷ്യൽ മീഡിയയിൽ നീ കാണിക്കുന്നത് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അല്ലാതെ നിന്റെ കണക്ക് ബാക്കിയുള്ളവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തൊക്കെയുണ്ട് ആ കഥ അങ്ങ് നമുക്ക് പബ്ലിക്കിൽ പറയാം, എന്നിട്ട് നമുക്ക് അവരെ അങ്ങ് നാണം കെടുത്താം. അങ്ങനെയുള്ള പരിപാടിയൊന്നും നമ്മൾ കാണിക്കാൻ പോകുന്നില്ല. നിന്റെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിന്റെ പേഴ്സണൽ കാര്യങ്ങളായിക്കോട്ടെ, നിന്റെ എന്ത് മാങ്ങത്തൊലി ആയിക്കോട്ടെ, അത് എന്നെ ബോധർ ചെയ്യുന്നൊരു വിഷയമല്ല. ഈ ചോദ്യം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഏതൊരു സ്ത്രീയും, ആ സ്ത്രീ ഒരു അമ്മയാണെങ്കിൽ ആർക്കും അത് പൊറുക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ അവൻ തമ്മനയിൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പോലും, ഇനിയിപ്പോൾ വേറൊരാൾ അങ്ങനെ അത് എടുത്തു വെച്ച് വായിക്കുവാണെങ്കിൽ പോലും ഇവിടെ ഒരു സ്ത്രീകളും അത് കേട്ടോണ്ടിരിക്കത്തില്ല. അതിനാ നീ ഇത്രയും വന്നിരുന്ന് കൊണയടിക്കുന്നത്. എന്തായാലും ഇനി നീ പറഞ്ഞ വാക്കിയും കൂടെ ഞാൻ കേൾപ്പിക്കാം. ലിലീസ് വേൾഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറയുന്നതാണ് മഞ്ഞത്തൊപ്പി വെച്ച നാശം കെട്ട നാണം കെട്ടവൻ. എടാ നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിൽ എന്റെ കയ്യിൽ. നീ എന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് വെച്ചിട്ട് എന്തോ നിനക്കൊന്ന് പെണ്ണാലോചിക്കാൻ വല്ല പ്ലാനുണ്ടോ? എന്നെ കെട്ടിപ്പിക്കാനൊക്കെ വല്ല പ്ലാനുണ്ടോ? ഇനി എന്റെ ഡീറ്റെയിൽസ് ഞാൻ എങ്ങനെയോ ആയിക്കോട്ടെ, ഒരു വ്യക്തിയാണ്. നീ സോഷ്യൽ മീഡിയ കാണിക്കുന്ന അപരാധങ്ങളാണ് ഞാൻ ഒന്ന് പറഞ്ഞത്. നിന്നെ പറ്റി ഡീറ്റെയിൽ നീ എന്ത് ഭീഷണിപ്പെടുത്തുന്നു തന്നെ എനിക്കറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക. നിന്നെ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുന്ന് സാധനങ്ങൾ ആൾക്കാർ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്ര അപരാധങ്ങളൊന്നും ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ല. ഒരു കുന്ന് ഡീറ്റെയിൽസ് ഓരോരുത്തർ കൊണ്ടുവന്ന് തരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, എനിക്ക് വ്യക്തത ഇല്ലാത്ത കാര്യമാണ്. ഞാൻ അതിനെപ്പറ്റി പറയത്തില്ല. എനിക്ക് അവർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുന്നു, അതിനെ പറ്റിയിട്ട് ഞാൻ അഡ്രസ്സ് ചെയ്യും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ എന്നെ പറ്റി എന്ത് ഡീറ്റെയിൽസ് അറിഞ്ഞാലും നീ അത് വെച്ച് നീ എന്നെ ഏത് രീതിയിൽ ഡിഫെയിം ചെയ്ത് നോക്കിയാലും എനിക്കൊന്നുമില്ല. ആ ഒരു മാസം ഞാൻ വേണമെങ്കിൽ 1 ലക്ഷം രൂപയും കൂടെ കൂടുതൽ അങ്ങ് ഉണ്ടാക്കും നിന്നെയും വെച്ചോണ്ട്. അത്രയേ ഉള്ളൂ. ഒരു കാര്യം നീ ഓർത്തോ, ഇപ്പം ഞാൻ ഒരു സ്ട്രൈക്കിൽ ഞാൻ നിർത്തി. കാര്യം ഇനി എനിക്ക് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ താല്പര്യമില്ല. നീ പറയുന്നുണ്ടായിരുന്നു, നീ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, മറ്റേ ഞാൻ എന്തോരം വീഡിയോ നിനക്ക് എഗെയിൻസ്റ്റ് ചെയ്തിട്ടുണ്ടടാ, ഒരു സ്ട്രൈക്കെങ്കിലും ഞാൻ നിനക്കൊക്കെ അടിച്ചിട്ടുണ്ടോന്ന്. എടി നീ യൂണിവേഴ്സൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു ചാനലിന്റെ കൂടെ കൂടിയിട്ട് എനിക്ക് 6 സ്ട്രൈക്കാണ് തന്നത്. മഞ്ജു ആന്റണി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബറിന്റെ ചാനൽ ഒരു വോയിസ് ഇട്ടിട്ടുണ്ട് നിന്റെ കൂട്ടുകാരിയുടെ അടുത്ത് നീ പറഞ്ഞത്. അതായത് നാട്ടിൽ വരുമ്പം ബിവിയുടെ ചാനലും ഷഫീന ബീവിയുടെ ചാനലും അതുലിന്റെ ഒക്കെ ചാനൽ നീ പൂട്ടാൻ പോവാന്ന്. അങ്ങനെ നീ വന്നിട്ട് 6 സ്ട്രൈക്ക് എനിക്കെതിരെ അടിപ്പിച്ചു. 6 എണ്ണം ഞാൻ പൊട്ടി. 6 അല്ല 600 എണ്ണം നീ എനിക്ക് അഗെയിൻസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ രോമത്തിൽ പോലും ഏക്കത്തില്ല. അത് ഞാൻ പൊട്ടിച്ചുകൊണ്ട് വരുമെന്നുള്ളൊരു കാര്യം എന്നെ അറിയാവുന്നവർക്ക് അത് അറിയാവുന്നേ ഉള്ളൂ. നിന്റെ ചാനലും നിന്റെ ഇൻസ്റ്റാഗ്രാമും നിന്റെ ഫേസ്ബുക്കും എനിക്ക് പൂട്ടാൻ എനിക്ക് ഒരു പാടുമില്ല. എന്നെ സംബന്ധിച്ച് അത് എനിക്ക് ഒരു പാടുമില്ല. ഞാനത് ചെയ്യാതിരിക്കുന്നതാണ്. മാന്യമായിട്ട് നിനക്ക് എന്നെ ഒന്ന് വിമർശിക്കാം. ഇല്ലാതെ എൻ്റെ തന്തയ്ക്കും ബാക്കിയുള്ളവർക്കും വല്ല വിളിച്ചിട്ട് നീ വന്നിരുന്ന് വീഡിയോ ചെയ്ത് എന്നെ പറ്റി തോന്നിവാസം പറയാൻ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ പൂട്ടി ചാവി ഞാൻ എടുക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഞാൻ ഒരു കൺസിഡറേഷൻ തന്നിട്ടുണ്ട്. നിനക്ക് സുഖമില്ലാത്ത പോട്ട് നിന്നെ പറ്റിയിട്ട് അനാവശ്യം പറയണ്ട, നിന്നെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ എന്നെ ട്രിഗർ ചെയ്യുന്ന രീതിയിലും വേറെ വല്ല രീതിയിലും നീ വല്ലതും വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഏതറ്റം വരെ ഞാൻ പോകുമെന്ന് നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. ലിലീസ് വേൾഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറയുന്നതാണ് മഞ്ഞത്തൊപ്പി വെച്ച നാശം കെട്ട നാണം കെട്ടവൻ. എടാ നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിൽ എന്റെ കയ്യിൽ. മനസ്സിലായി? നീ കൂടുതൽ നിന്റെ ഉണ്ടാക്കാൻ വരരുത്. മനസ്സിലായോ? എടാ നീ ബിഗ് ബോസിലായിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് അവര് ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചോണ്ടല്ലടാ നാണം കെട്ടവനെ അവര് നിന്നെ അടിച്ചിറക്കിയതാ വീട്ടിൽ നിന്ന്. ജീവിതത്തിൽ എന്നെ ഒരിടത്തൊന്നും അടിച്ചിറക്കിയിട്ടില്ല. ഞാൻ ഒന്നും പറയുന്നില്ല. നിന്നെ അടിച്ചിറക്കിയത് ആരൊക്കെയാണെന്നുള്ളത് നീ തന്നെ ഒന്ന് സ്വന്തമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ മതി. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നിനക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് നിനക്കൊരു സംതൃപ്തി കിട്ടുന്നുണ്ടായിരിക്കാം. എന്നെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, നീ ഇതായിരിക്കും വലിയൊരു കണ്ടുപിടുത്തമായിട്ട് വന്നത്. ജാസ്മിൻ്റെ ഇഷ്യൂവും ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് വീണ്ടും അവരുടെ പേര് പറഞ്ഞ് വീണ്ടും ഒരു ഇഷ്യൂസ് ഉണ്ടാക്കാനോ അവർ ഇതിനകത്തോട്ട് വലിച്ചിടാനോ എനിക്ക് താല്പര്യമില്ല. അത് അന്നേ ആ ഒരു വിഷയം ക്ലോസ് ചെയ്തതാണ്. നിനക്ക് നാണം എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഇതൊക്കെ വിളിച്ചിടാൻ. നീ എന്നെ പറ്റി കുറേ കാര്യങ്ങൾ ചൂഞ്ഞറിയാനും എന്നെ പറ്റി കുറേ രഹസ്യങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ തരാനും നീ എന്തോ ചെയ്യും. നീ എന്നെ പറ്റി വന്നിരുന്ന് എന്തോ നീ പറ. അപ്പം ഞാൻ നിന്നെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നീ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന സാധനങ്ങൾ വെച്ച് മാത്രമാണ് രേണു. അല്ലാതെ നിന്റെ കുടുംബജീവിതമോ നിന്റെ പേഴ്സണൽ കാര്യങ്ങളോ ഇതൊന്നും ഞാൻ ചെയ്യാൻ നിന്നിട്ടില്ല. ഞാൻ ഇറങ്ങിയിട്ടേ ഇല്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല. ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിൽ ആരുടെയും അവരെന്താണോ പബ്ലിക്കിൻ്റെ മുന്നിൽ എന്താണോ കൊണ്ടുവന്നിടുന്നത് അതിനെ പറ്റിയിട്ടേ സംസാരിക്കാൻ നിന്നിട്ടുള്ളൂ. അല്ലാതെ എനിക്കത് കൊണ്ടുവന്നിടേണ്ട എനിക്കൊരാവശ്യവുമില്ല.
കള്ളത്തരം നീ പണ്ടേ ഈ കള്ളത്തരത്തിൽ നീ പറ്റിച്ച് ആൾക്കാരെ പറ്റിച്ച് കൂട്ടുകൂടി ഈ നാശം ഉണ്ടാക്കുന്നവനാണ് നിന്നെ പണ്ടേ അറിയാം. നിന്റെ ഫുൾ ഡീറ്റെയിൽ എന്റെ കയ്യിലുണ്ട് കേട്ടോ. എടി നാട്ടുകാരെയും പറ്റിച്ച് ഒരു വീടും ഉണ്ടാക്കി, എന്തിന് ആ പാവം മനുഷ്യനെയും പറ്റിച്ച് ഒരു വസ്തുവും കൈക്കലാക്കി ആ വീട്ടിലും കയറി ഇപ്പം താമസിക്കുക. ദാനം തന്ന ആൾക്കാരെ വരെ തെറി വിളിച്ചുകൊണ്ട് കിടക്കുന്നത്. നിനക്കിതിനെ പറ്റി പറയാൻ എന്ത് യോഗ്യതയടിയുള്ളത്? എനിക്കറിയാൻ മേലാണ്ട് ഞാൻ ചോദിക്കുക. നീ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പം നീ പെർഫെക്റ്റ് ആണോ ഇല്ലയോ എന്ന് നീ ആദ്യം ഒന്ന് മനസ്സിലാക്ക്. നീ ആദ്യം പെർഫെക്റ്റ് ആണോ? നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ഇപ്പം നിനക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ആൾക്കാരെങ്കിലും നിന്നോടൊരു സിമ്പതി കാണിക്കുന്നത്. ഇല്ലെങ്കിൽ അതും ചെയ്യത്തില്ല. നിനക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന കമൻസുകൾ പോലും, അതായത് നിനക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ താഴെ നീ ചത്തുപോട്ടെ എന്ന് പറഞ്ഞ് വരെ ആൾക്കാർ വന്ന് കമൻ്റ് ഇടുന്ന സമയത്ത് അതുവരെ എടുത്ത് വെച്ച് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയെങ്കിലും അതിനെ വെറുതെ വിടുന്നത്. പക്ഷെ സത്യം പറഞ്ഞുണ്ടല്ലോ, ഇപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരെപ്പറ്റി അങ്ങനെ ചിന്തിക്കരുത്. ഒരു രീതിയിൽ നമ്മളൊരു ദയയോ കരുണയോ ഒന്നും ഒരു മനുഷ്യരോടെ കാണിക്കരുത്. കാണിച്ചു കഴിഞ്ഞാൽ അതൊന്നും തിരിച്ചു കിട്ടണമെന്നില്ല. അവൾ എൻ്റെ വീഡിയോയുടെ പകുതി പോർഷൻ എടുത്ത് വെച്ചിട്ട് അവൾ വലിയ എന്താ കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്നത്. എവളുടെ ചൗക്കുറ്റി അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞത്. ഞാൻ ഇതിനടി നിന്റെ ചൗക്കുറ്റി അടിച്ച് പൊട്ടിക്കുന്നേ? നിനക്കൊരു നാണോ മാനോ ഉണ്ടെങ്കിൽ നീ തിരിച്ചാ അത് റിയാക്ട് ചെയ്യേണ്ടത്. കൂടുതൽ എന്റെ അടുത്ത് ചൊറിയാൻ വരരുത്. നാണം കെട്ട നാശം. അതിലെന്ന് പറയുന്നവൻ ഇന്ന് കാവെടുത്തില്ലേ? എടാ, എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല, നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് പറയണം നായിന്റെ മോനെ. അങ്ങനെ ഞാൻ വിളിക്കുവനെ. എന്നെ പറ്റി എന്നാണ് ഞാൻ ശരീരം വിറ്റ് നിന്റെ വീട്ടിലുള്ളവരാണ് വിറ്റുണ്ടാക്കുന്നത്, ഞാനല്ല. നായിന്റെ മോനെ തന്നെ വിളിക്കും. പന്ന വൃത്തികെട്ട കുറെ കേട്ടല്ലോ, നായിന്റെ മോനെ എന്നൊക്കെ പറഞ്ഞാണ് വന്ന് വിളിക്കുന്നത്. അതിൽ കാറെടുത്തതിന് നിനക്കെന്തോ ഇത്ര വേണേ കടിക്കുന്നത്? നീ ഇത്രയും നാളായിട്ട് നീ കുറേ അവരയച്ച് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കിയല്ലേ. നീ രജിസ്റ്റേർഡ് ഒരു കാർ എടുക്കാൻ എന്താ? നീ ആ സെക്കൻഡ് ഹാൻഡ് കാർ എന്തിനാണ് മേടിച്ചത്? നിനക്ക് എന്തിനാ ഇത്ര വേണേ കടിക്കുന്നത്? അവൻ്റെ ലൈഫിൽ അവൻ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നീ ഇപ്പം കടന്ന് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ ഇരട്ടി അവൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവനൊരു ആക്സിഡൻറ്റ് ഉണ്ടായൊരു സമയത്ത് അതിൽ നിന്ന് അവൻ ഇവിടം വരെ എത്തി. അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് അവനൊരു വണ്ടി എടുത്തതിന് നിനക്കെന്ത് ഇത്ര കൊള്ളാനായിട്ട്? അത് അവൻ്റെ കഴിവ് മോളെ. അതിന് നീ കിടന്ന് കരഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. സമയം കിട്ടുമ്പോഴത്തേക്ക് അതിൽ ആ വണ്ടിയായിട്ടൊക്കെ നിന്റെ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ വരും. നീ പറ്റുവാണെങ്കിൽ കയറി ഒരു റൗണ്ടൊക്കെ കറങ്ങിയിട്ട് പോവാ. നിനക്ക് അത്രയ്ക്ക് വലിയ സങ്കടമാണെങ്കിൽ. ഇനി നീ ഇന്ന് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, അതായത് നിനക്ക് ആ സ്ട്രൈക്ക് തന്നതിന് ശേഷം അതിൽ നീ കുറച്ച് കാര്യം പറയുന്നുണ്ട്. നിന്നെയോ? എന്തിനാ ഞാൻ പേടിക്കുന്നത്? ഇനി നിന്നെ ഒന്നും ഒരു ശത്രുവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നീ എന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യും തോറും എനിക്കുണ്ടാകുന്ന റീച്ച് അതിനപ്പുറമാണ്. നീ എനിക്ക് പിന്നെ വഴി കാണി. അതാണ് ഞാൻ പറഞ്ഞത്. നീ എനിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് പറഞ്ഞാലോ ആ മാസം ചിലപ്പോൾ ഞാൻ 1-2 ലക്ഷം രൂപയും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കും നിന്നെ വെച്ചുകൊണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും റീച്ചാണ് നീ എനിക്ക് ഉണ്ടാക്കി തരുന്നത്. നിന്നെ എന്തിനാടി എനിക്ക് പേടിക്കേണ്ട ആവശ്യം? ഞാൻ നിനക്ക് സ്ട്രൈക്ക് എന്നത് തോന്നിവാസം നീ വന്നിരുന്ന് വിളിച്ച് പറയരുത്. മാന്യമായിട്ട് നിനക്ക് എന്നെ വിമർശിക്കാം. തോന്നിവാസം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ ഞാൻ അടിക്കും. നിനക്ക് എന്നെ സ്ട്രൈക്ക് അടിക്കുന്നതിനകത്ത് പ്രശ്നമില്ലായിരുന്നോ? 6 സ്ട്രൈക്ക് കൊണ്ടുവന്ന് അടിച്ചിരിക്കുന്നത് വേറെ ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട്. നിനക്ക് നാണം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോടി മോളെ? ഞാഞ്ഞൂല് പോലത്തെ എടി, നീ കണ്ണാടി നീ നിന്നെ തന്നെ ഒന്ന് എടുത്തു വെച്ച് നോക്ക്. നീ നിന്നെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്ക്. അപ്പം നിനക്ക് മനസ്സിലാവാൻ പറ്റും ആരാണ് ഞാഞ്ഞൂലെന്ന് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നീ നിന്റെ ചുറ്റിനുള്ള ആൾക്കാരുടെ അടുത്ത് പേഴ്സണലി നീ ചോദിക്കുക. അപ്പോൾ അവർ പറഞ്ഞു തരും നിനക്ക് ഇങ്ങനെയൊക്കെ പറയാനേ അറിയാവോ. മനസ്സിലായ? ഇങ്ങനെയൊക്കെ നിന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ തീർക്കാനായിട്ട് അറിയോ? നീ ഇപ്പം എൻ്റെ തന്തയ്ക്കാണ് വിളിച്ചത്. എനിക്ക് തിരിച്ച് വിളിക്കാൻ അറിയാഞ്ഞിട്ടോ പ്രവർത്തിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ല. അത് നീ ആദ്യം മനസ്സിലാക്കണം. കാര്യം ഞാൻ ഇന്നേവരെ എൻ്റെ വീഡിയോയിൽ വന്നിരുന്നിട്ട് പച്ചത്തെറി വിളിക്കാനും ആരുടെയെങ്കിലും തന്തയ്ക്ക് വന്നിരുന്ന് പച്ചയ്ക്ക് വിളിക്കുന്ന പരിപാടി ഞാൻ കാണിച്ചിട്ടില്ല. ഇത് നിന്റെ സംസ്കാരമാണ്. മനസ്സിലായോ? നിന്റെ സംസ്കാരം. നീ ജനിച്ച് വളർന്നപ്പോൾ നീ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കാം മേ ബി നീ ജനിച്ച് വളർന്നത്. അതുകൊണ്ടാണ് നീ ഇങ്ങനെ വന്നിരുന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? നീ ഇത് വീഡിയോയിലായിട്ട് നീ നേരെ മറിച്ച് എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പറ. നീ ഒരു വട്ടേ വിളിക്കൂ, പിന്നെ നീ വിളിക്കത്തില്ല. എടാ, നിനക്ക് ഉറപ്പുണ്ടോടാ? ആദ്യം ഉറപ്പുണ്ടോ നീ ചെക്ക് ചെയ്യും. ഞാൻ ഒരു പ്രത്യേക വീഡിയോ എടുക്കാനാണ് വന്നത്. ഞാൻ കുറച്ച് പറയണ്ടെന്നൊന്നും പറയണ്ടെന്ന് ഓർത്തിരിക്കാം. ഞാൻ ഹോസ്റ്റലിലൊക്കെ പോയിട്ട് ക്ഷീണിച്ച് വന്നിരിക്കാം. പക്ഷെ ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല. ഞാൻ മിനിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടായിരുന്നു എന്റെ ബ്ലോഗ്, എന്റെ യൂട്യൂബിൽ. എന്നെ മിണ്ടായിരുന്ന പട്ടിയുടെ വായിക്കകത്ത് കോലിട്ട് കുത്തി പറയുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ മര്യാദ. ആരാടി നിന്റെ വായിൽ കോലിട്ടിളക്കിയത്? നീ വന്നിരുന്നിട്ട് ഒരു ഇന്റർവ്യൂവും കൊടുത്ത്, അതായത് വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഇന്റർവ്യൂവും കൊടുത്തിട്ട് ആ ചെക്കനെ പറ്റി നീ എന്തെല്ലാം തോന്നിവാസമാണ് പറഞ്ഞത്. നീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയല്ല, തെറ്റാണ് എന്ന് മാന്യമായിട്ടാണ് വിമർശിച്ചത്.
ഒരു അനാവശ്യ വാക്കുകൾ പോലും ഞാൻ നിന്നെപ്പറ്റി പറഞ്ഞില്ല. രേണുവിന് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇതിൽ നിന്ന് രേണുവിന് ഒഴിഞ്ഞു മാറാമായിരുന്നു എന്നേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എൻ്റെ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നീ പറയാം നിന്റെ വായിക്കകത്തിട്ട് കോലിട്ട് ഇളക്കി, നീയാണ് നിനക്ക് റീച്ചിന് വേണ്ടിയിട്ട് നീ യൂട്യൂബേഴ്സിനെ നീ ഡ്രാഗ് ചെയ്തിടുവാണ് ഇതിനകത്തോട്ട്. കാര്യം വേറെ ആരും ഇപ്പം നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല. നേരത്തെ എനിക്ക് അസുഖമായിരുന്നു, എനിക്ക് ആ ട്രീറ്റ്മെന്റ് എടുത്തു, കീമ 3 എണ്ണം കഴിഞ്ഞ് 4 എണ്ണം കഴിഞ്ഞ് വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് 4-5 ലക്ഷം പേരൊക്കെ ആയിരുന്നു നിന്റെ വീഡിയോ ആണ്. ഇപ്പം എന്താ ഒരു പട്ടിയും കാണാത്തത്? നിന്റെ സ്വഭാവം കൊണ്ടാണ് വന്നിരുന്ന ആരും കാണാത്തത്. മിണ്ടാതെ ഇവന്മാരുടെ എല്ലാം കേട്ടോണ്ട് ഇത്ര എന്നെ വിട്ടിട്ട് ഒരു 200-300 വീഡിയോസ് എടുത്ത് ഇവന്മാരൊക്കെ എന്ത് കേട്ട് ഞാൻ വിടാതിരിക്കുമായിരുന്നു. അപ്പൊ നിനക്കൊക്കെ പേടി വന്നല്ലേ മറ്റേ മഞ്ഞത്തൊട്ടിക്കാരൻ. പിന്നെ ഞാൻ വെറുതെ വിടാന്ന് വെച്ചതായിരുന്നു. പക്ഷെ വേണ്ട, ശരിയായിട്ട് നീ എന്റെ യൂട്യൂബ് ചാനലിൽ നീ റിപ്പോർട്ട് അടിച്ച്. എടാ ഒരു പെണ്ണ് അവള് സ്വന്തമായിട്ട് യൂട്യൂബിൽ ക്യാൻസർ രോഗം വന്നിട്ട് നിന്നോടൊന്ന് തെണ്ടാ. നീയൊക്കെ എന്നെ വിട്ടിട്ട് പല തന്നിക്കുണ്ടായ കാര്യം കാണിച്ച നാറികളാണ് നീയൊക്കെ, മനസ്സിലായല്ലോ? നീക്ക് എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശ് ഉണ്ടാക്കിയിട്ട് ഞാനൊരു വീഡിയോ നിനക്കെതിരെ ഒന്ന് വിട്ടപ്പോ തന്നെ നീ അത് റിമൂവ് ചെയ്ത്. എടാ ഇന്ന് വരെ നിന്റെ വീഡിയോസ് ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ പറയുന്നില്ല ഇന്നേ വരെ ഞാൻ നിന്റെ വീഡിയോസ് റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്ന്. ഇവള് ചെയ്തത് എന്താണ്? ഞാൻ വീഡിയോ കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ ആ വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം, ഇല്ലെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. എനിക്ക് ഇവൾ അടിച്ച സ്ട്രൈക്ക് ഉൾപ്പെടെ എൻ്റെ കയ്യിലും എൻ്റെ മെയിൽ കിടപ്പുണ്ട്. എൻ്റെ മെയിൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും 6 സ്ട്രൈക്കാണ് തന്നത്. ഇവൾ യൂണിവേഴ്സൽ എൻ്റർടൈൻമെൻറ്റ് ഇവളുടെ കൂടെ ഇവളെവിടെ പോയി കഴിഞ്ഞാലും വീഡിയോസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിട്ട് അവനെ വിളിച്ച് പറഞ്ഞ് അതുവഴി എനിക്ക് 6 സ്ട്രൈക്ക്, അതായത് വേറെ ആർക്കും അടിച്ചിട്ടില്ല. ഈ പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ചാനലിൻ്റെ വീഡിയോസ് എല്ലാവരും മിക്ക ആൾക്കാരും ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നെ മാത്രം ടാർഗറ്റ് ചെയ്ത് 6 സ്ട്രൈക്ക് കൊണ്ടുവന്ന് എനിക്ക് തന്ന്. എന്നിട്ട് ഞാൻ അത് അടിച്ച് പൊട്ടിച്ച്, മനസ്സിലായ? എന്നിട്ട് ഇപ്പോൾ ഇവളിരുന്ന് പറയുന്നത് ഞാൻ ഇന്നേ വരെ സ്ട്രൈക്ക് തന്നിട്ടുണ്ടോ എന്ന്. കുറേ ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നതായിരിക്കും ക്യാൻസർ ആയിട്ടൊരു വ്യക്തിയല്ലേ, അവരുടെ വരുമാന മാർഗം എന്തിനാണ് മുടക്കാൻ ശ്രമിക്കുന്നതെന്ന്. എനിക്ക് അങ്ങനെ മുടക്കാമെങ്കിൽ ഇവളുടെ ഫേസ്ബുക്ക് അടിച്ചു കളയാം. ഫേസ്ബുക്കിനെ സംബന്ധിച്ച് ഒരു സ്ട്രൈക്ക് കയറി കഴിഞ്ഞാൽ മോണിറ്റൈസേഷനെ കട്ടായി പോകും. പിന്നെ ഇവർക്ക് അതിൽ നിന്ന് കിട്ടത്തില്ലൊന്നും. പിന്നെ ഇൻസ്റ്റാഗ്രാം എനിക്ക് അടിച്ചു കളയാം. കാര്യം ഫേസ്ബുക്ക് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റഡാണ്. ഇവളുടെ സ്റ്റോറിക്ക് അടിക്കാൻ പറ്റും. എന്നേക്കുമായി ആ സാധനം ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ സാധനം ഒന്നും എടുത്തുകൊണ്ട് വരക്കൽ നടക്കത്തില്ല. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ തിരിച്ച് റിക്കവർ ചെയ്തെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെയർ കേസസിൽ മാത്രമേ ഉള്ളൂ എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നത്. അത് ചെയ്യാം ഞാൻ, പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫേസ്ബുക്കിൽ ആ വീഡിയോ എത്രയോ ലക്ഷം ആൾക്കാർ കണ്ട്, എനിക്ക് വേണേൽ അടിക്കാമെന്നുള്ള ചെയ്തില്ല. പക്ഷെ യൂട്യൂബിൽ ഞാൻ വിചാരിച്ചു ഇവള് അതങ്ങ് അടിച്ച് കളഞ്ഞേക്കാം, ഇവള് ചുമ്മാ കിടന്ന് കുറയ്ക്കണ്ട എന്ന് വെച്ചിട്ട് ഞാൻ അടിച്ചത്. എനിക്ക് വേണം അത് റിട്രാക്ട് ചെയ്യാം. ഞാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ചെയ്തു തരാം. പക്ഷേ നിന്റെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, വന്നിരുന്ന് ആൾക്കാരുടെ തന്തയ്ക്ക് വിളിക്കുകയും ഈ സംസാരമൊക്കെ ഉണ്ടല്ലോ മോളെ, അത് നിന്റെ കൈ വെച്ചിരുന്നാൽ മതി. ഇത് തിരിച്ച് വിളിക്കാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല രേണു. നീ വന്നിരുന്ന തന്തയ്ക്കൊക്കെ വിളിച്ച് ഈ സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ആർക്കും വേറെ ഒന്നും പറയണ്ടേടേ? ഇവക്ക് എന്തും വിളിച്ച് പറയാവോ? അല്ലെങ്കിൽ ഇപ്പം നിനക്ക് കേസ് കൊടുക്കണ്ടേ? നിന്റെ പേര് കേസ് കൊടുക്കാനുള്ള സാധനം ഉണ്ടത്. എന്തിനാ പക്ഷേ നിന്റെയൊക്കെ പേര് കേസ് കൊടുക്കുന്നത്? എന്നെ പിച്ചി മാന്തി എന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ ആരും കൊണ്ടുവന്ന് കേസ് കൊടുക്കാനൊന്നും പോകത്തില്ല. ഞാൻ ആരുടെയും പേരിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാനും പോയിട്ടില്ല. നിനക്ക് ഉളുപ്പെന്ന് പറയുന്നൊരു സാധനമുണ്ടോ? മര്യാദയ്ക്ക് എന്റെ ഭാഗത്തുനിന്ന് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ നീ അത് റിമൂവ് ചെയ്തേക്കുന്നു. അപ്പൊ നിനക്ക് പേടി തോന്നിയല്ലേ? ഞാൻ പെണ്ണാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. എടാ മോനെ വിവേക് ബാബു, എടാ പൊന്നു മോനെ മഞ്ഞത്തൊപ്പിക്കാരാ, എന്തുവാടി വെയിറ്റ് ആൻഡ് സീ എന്ന് പറയുന്നത്? നീ എന്തുവേ വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്? നീ ഒരു ഇരയല്ല മോളെ, നീ ആയിട്ടില്ല. നീ എൻ്റെ അടുത്ത് വന്നിരുന്ന കുറയ്ക്കാൻ നിൽക്കല്ലേ എല്ലാവരോടെയും കാണിക്കുന്ന രീതിയിൽ. നീ വന്ന് എനിക്കിട്ട് സ്ട്രൈക്ക് ഇട്ട് ഉണ്ടാക്കാനാണ്. ഞാൻ ഒരു 100-200ഓളം വീഡിയോസ് അങ്ങോട്ടാണ് നിന്നെ പറ്റിയാണ് ചെയ്തിട്ടുണ്ട്. അവിടെ കിടക്കട്ടെ, നീ ഇരുന്ന് അടിക്ക്, നമുക്ക് നോക്കാം. പക്ഷെ തിരിച്ച് ഞാൻ അടിക്കാൻ നിന്നാൽ നീ താങ്ങത്തില്ല. അത് നീ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം എന്തിനും ഒരു മാന്യത വേണം. നിനക്ക് എന്നെ വിമർശിക്കാം, ഒരു പ്രശ്നവുമില്ല. മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്ക്. നായിൻ്റെ മോനെ, തന്തയില്ലാത്തവനെ, ഇങ്ങനെ വന്നാണോ നീ വിമർശിക്കേണ്ടത്? ആദ്യമേ നീ ആ ഒരു കാര്യം മനസ്സിലാക്ക്. ഒരു മനുഷ്യരോട്, അതായത് ഈ ഒരു മകനെ നൊന്ത് പ്രസവിച്ച ഒരു അമ്മ ആയിക്കോട്ടെ, ഇനിയിപ്പം എടുത്ത് വളർത്തിയ ഒരു അമ്മ ആയിക്കോട്ടെ, അവരുടെ മുഖത്ത് നോക്കി ആരും ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവരാരും കേട്ടുകൊണ്ട് നിൽക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് തെറ്റുണ്ടെങ്കിൽ ഇത് കാണുന്ന ഓഡിയൻസിന് എന്നെ തിരുത്താം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവൾ ഇത്രയും അപരാധങ്ങൾ കാണിച്ചു വെച്ചിട്ടാണ് ഈ വന്നിരുന്ന് സംസാരിക്കുന്നത്. ഞാൻ പലവട്ടം എൻ്റെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രേണുവിനെ വെച്ച് ഞാൻ കാശ് എനിക്ക് ഉണ്ടാക്കാൻ താല്പര്യമില്ല, എനിക്ക് വേണം ഉണ്ടാക്കാതെ മുന്നേ ഉണ്ടാക്കാൻ. അവൾ ഗുണവും ഞാൻ പറയുന്നില്ല, ദോഷവും പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നിട്ട് ഇവൾ ഈ വന്നിരുന്ന് ഈ സംസാരിക്കുന്ന രീതി ഉണ്ടല്ലോ, തന്തയ്ക്ക് വിളിച്ചിട്ട് ബാക്കിയുള്ളവർ പച്ചത്തെറി വിളിച്ചിട്ട്, ഇത് ശരിയുള്ളൊരു പരിപാടിയാണോ? നിനക്കാണോ മോളെ ക്യാൻസർ ഉള്ളത്? ക്യാൻസർ എന്ന് പറയുന്ന അസുഖം എന്താണ് എന്ന് നിനക്കറിയോ? നീ RCCയിലൊക്കെ ചെന്ന് നോക്കും, ഓരോ മനുഷ്യർ കിടന്ന് നരകിക്കുന്നത്. നീ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാ വന്നിരുന്ന് കാണിക്കുന്നത്. എടി ദൈവത്തോടെ പ്രാർത്ഥിച്ച് നീ ജീവിക്ക്.
ഇനിയുള്ള കുറച്ച് നാൾ നീ മാക്സിമം ദൈവത്തോടെ പ്രാർത്ഥിക്കും, നിനക്ക് ഒരു കുഴപ്പം പറ്റാൻ, നീ അസുഖത്തിൽ നിന്ന് റിക്കവറായി വരണേ എന്ന്. നിനക്കൊക്കെ വേണ്ടി ഞാനൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉള്ള കാര്യം പറയാമല്ലോ. ഇല്ല, ഞാൻ വെറുതെ തമാശ പറയുന്നതല്ല. ഒന്നുമില്ലെങ്കിലും അവരെ നമ്മൾ വെച്ചിട്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നല്ലതേ വരാവേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തിന് ഞാൻ ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന മിക്ക യൂട്യൂബേഴ്സ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ നമുക്ക് കുറച്ച് പൈസ കളക്ട് ചെയ്തിട്ട് അവരെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിയോ? ഈ നിനക്ക് അസുഖമാണ്, അതിൻ്റെ സീരിയസ്നെസ് അന്ന് എനിക്ക് സായി എൻ്റെ ഫോണിൽ വിളിച്ച് പറയുന്ന സമയത്ത് ഞാൻ എത്ര പേരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോയെന്നറിയോ? ഇനി രേണുവിനെ എടുക്കാൻ നിൽക്കരുത്, വിട്ടേര്, അവരെങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, സംഭവം ഇത്തിരി സീരിയസ് ആണ് എന്നുള്ള രീതിയിലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലെന്ന് ഒരു മനുഷ്യരും പറയത്തില്ല. ആണോ ഉണ്ടോടി നിനക്ക്? എന്തായാലും കൊള്ളാം, വലിയ കണ്ടുപിടുത്തങ്ങളായിട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.